MC റോഡിൽ തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനുമിടയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറിയതോടെ അവിടുത്തെ ജനങ്ങളും ദുരിതത്തിലാണ്. അന്തരിച്ച നടൻ MG സോമന്റെ വീട്ടിലടക്കം വെള്ളം കയറി. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാലാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്താണ് അവസ്ഥ? എന്താ? ഭയങ്കര വെള്ളമോ, നല്ല വെള്ളമോ. രാവിലത്തേക്ക് ഒത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെ വരിക? ഞങ്ങൾ തിരുമല ഒരു ബ്ലോക്കായിരുന്നു. നമ്മൾ നടന്ന് കുറ്റൂരോട്ട് പോവാം. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി അവിടെ വെച്ചിട്ടായിരുന്നു. ബൈക്കോ മറ്റ് വാഹനങ്ങളോ ഒന്നും തന്നെ ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇത് MC റോഡാണ്. നിരന്തരം വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ് കൂടിയാണ്. ആ റോഡിലെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള വാഹനങ്ങൾ ഈ വെള്ളം താണ്ടി വരേണ്ട ഒരവസ്ഥ. പല വാഹനങ്ങളും അവിടെ നിന്ന് പോകുന്ന വെള്ളം കയറി, എഞ്ചിനകത്തൊക്കെ തന്നെ വെള്ളം കയറി നിന്ന് പോകുന്ന സ്ഥിതിയുണ്ട്. തിരുവല്ലയ്ക്ക് സമീപത്തുള്ള തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉള്ളത്. വലിയ രീതിയിൽ ഇന്നലെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല, ഇന്ന് പുലർച്ചെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയായപ്പോഴേക്കും വലിയ രീതിയിൽ റോഡിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ. അതൊരു മുന്നറിയിപ്പാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാര്യം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം നേരെ ഒഴുകി വരുന്നത് ഈ പ്രദേശങ്ങളിലേക്കാണ്. അങ്ങനെയാണ് പിന്നീട് പ്രളയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതിന് സമാനമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. നടൻ സോമന്റെ കുടുംബ വീടടക്കമുള്ള സ്ഥലങ്ങളാണ്. ആ പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങി ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ്. പല ആൾക്കാർക്കും നടന്നു വരാൻ സാധിക്കാത്ത അവസ്ഥ. പല ആൾക്കാരും വാഹനങ്ങൾ തള്ളിക്കൊണ്ട് വരേണ്ട ഒരു സ്ഥിതി. എന്താ, വെള്ളം കയറിയോ? അപ്പുറത്ത് കടയുണ്ടേ, കടയ്ക്കകത്ത് വെള്ളം കയറുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. പായ്പാടാ താമസിക്കുന്നത്. അന്നേരം ഈ വണ്ടിക്കകത്ത് വെള്ളം കയറി ഓഫായി. ഇനിയിപ്പം കുറേ സമയം എടുക്കും. പായിപ്പാട് തൊട്ടടുത്ത പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് അദ്ദേഹത്തിനൊരു കടയുണ്ട്. ആ കടയിൽ വെള്ളം കയറിയെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇരുചക്ര വാഹനവുമായി വന്നതാണ്. പക്ഷേ ആ ഇരുചക്ര വാഹനത്തിനുള്ളിലും വെള്ളം കയറിയൊരു സ്ഥിതി. നേരെ എതിർവശത്തേക്ക്, റോഡിൻ്റെ എതിർവശത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള വീടുകളിലൊക്കെ തന്നെ ഏതാണ്ട് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വരെ വെള്ളം കയറിയ ഒരവസ്ഥ. മുൻ വർഷങ്ങളിൽ 2018 പ്രളയത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായ പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോഴും വലിയ ആശങ്ക. നേരത്തെ PC വിഷ്ണുനാഥ് മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആശങ്ക കൂടുകയാണ്, പമ്പയിൽ ജലനിരപ്പ് കൂടുകയാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം ഉയരാൻ സാധ്യത ഏറെയാണ് എന്നുള്ളൊരു ആശങ്കയാണ് ജനപ്രതിനിധികൾ അടക്കമുള്ള ആൾക്കാർ പങ്കുവെക്കുന്നത്. നിലവിൽ ഇവിടുത്തെ ജീവിതം വലിയ ദുസ്സഹമായി പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.